സിമി ഉൾപ്പെടെയുള്ള നിരോധിക്കപ്പെട്ട സംഘടനകൾക്ക് മറയൊരുക്കിക്കൊണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ ആവിർഭാവം. പുതിയ രൂപത്തിലും ഭാവത്തിലും അവതരിച്ചെത്തിയ ഈ സംഘടനകളെല്ലാം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മുഖംമൂടിയായി മാറുകയായിരുന്നു. 2006 ഡിസംബർ 19 കർണാടകയിലെ ബംഗളൂരുവിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ആവിർഭാവം. കേരളത്തിൽ നിന്നുള്ള നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട്, തമിഴ്നാട്ടിലെ വനിതാ നീതി പസരായ്, കർണാടകയിലെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്നീ 3 സംഘടനകൾ ലയിച്ചാണ് PFI രൂപീകരിക്കപ്പെട്ടത്. കേരളത്തിൽ വർഗീയ കലാപങ്ങൾക്ക് നീക്കം നടത്തിയെന്ന ആരോപണം നേരിടേണ്ടി വന്നതോടെയായിരുന്നു NDF പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ പുതിയ മുഖംമൂടിയുമായി പ്രത്യക്ഷപ്പെടുന്നത്. യഥാർത്ഥത്തിൽ PFI നിരോധിക്കപ്പെട്ട സിമിയുടെ പുതിയ മുഖമാവുകയായിരുന്നു. സിമി നിരോധിക്കപ്പെട്ടപ്പോൾ NDF ആകുകയും പിന്നെ പോപ്പുലർ ഫ്രണ്ടായി മാറുകയായിരുന്നു. സിമിയുടെ സ്ഥാപക നേതാക്കളാണ് PFIയുടെയും പിറവിക്ക് പിന്നിൽ. സിമി ജനറൽ സെക്രട്ടറി ആയിരുന്ന EM അബ്ദുൾ റഹിമാൻ, സിമി കേരള പ്രസിഡന്റായിരുന്ന E അബൂബക്കർ, സിമിയുടെ താത്വിക ആചാര്യന്മാരിൽ ഒരാളായ P കോയ തുടങ്ങിയവരെല്ലാം PFIയുടെയും ബുദ്ധി കേന്ദ്രങ്ങളായിരുന്നു. ആന്ധ്രാപ്രദേശിലെ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, ഗോവയിലെ സിറ്റിസൺസ് ഫോറം, രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി, പശ്ചിമ ബംഗാളിലെ നാഗരിക അധികാർ സുരക്ഷാ സമിതി, മണിപ്പൂരിലെ ലൈലോങ് സോഷ്യൽ ഫോറം തുടങ്ങിയ സംഘടനകൾ കൂടി ലയിച്ചു ചേർന്ന് പോപ്പുലർ ഫ്രണ്ട് ദേശീയ തലത്തിൽ ഒറ്റ സംഘടനയായി മാറി. പലപ്പോഴും വർഗീയ കലാപങ്ങളിലൂടെയും പൈശാചികമായ ക്രൂരകൃത്യങ്ങളിലൂടെയുമാണ് പോപ്പുലർ ഫ്രണ്ട് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കൈവെട്ട് കേസായിരുന്നു കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ക്രൂരതകൾ പുറത്തു കൊണ്ടുവന്നത്. 2010 ജൂലൈയിലായിരുന്നു ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട് തൊടുപുഴ ന്യൂമാൻസ് കോളേജ് അധ്യാപകനായ TJ ജോസഫിന്റെ വലതുകൈ വെട്ടിമാറ്റിയത്. 2012 ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പ്രകാരം അതുവരെ മാത്രം 27 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ PFIക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഏറെയും RSS CPM പ്രവർത്തകരുമായിരുന്നു. ഓപ്പൺ മാഗസിൻ 2017 പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ട് ISന്റെ റിക്രൂട്ടിംഗ് ഏജൻസി കൂടിയാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ISൽ ചേർന്ന 100ഓളം പേർ പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളായിരുന്നുവെന്നാണ്. തങ്ങളുമായി ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് ഇവർ ISൽ ചേർന്നതെന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ന്യായീകരണം. നിരോധനത്തോടെ സംഘടനാ പ്രവർത്തനം പുതിയ രൂപത്തിൽ രംഗത്തെത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഷെക്കിന ന്യൂസ്, തിരുവനന്തപുരം.